കശ്മീരിലെ പ്രശ്നം ഇങ്ങനെ ഇന്ത്യയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കശ്മീരിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 15 കശ്മീരികൾ തന്നെ ഈ തീവ്രവാദികൾക്ക് സഹായം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഹമാസിന്റെ അതിശക്തമായ സാന്നിധ്യം കശ്മീരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ്. ഇതിൽ 5 പേരെ സൈന്യം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രാദേശികമായ സഹായത്തോടെ ഹമാസിന്റെ പരിശീലനത്തോടെ വന്ന തീവ്രവാദികൾ, അങ്ങനെയാണ് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത്. അപ്പോ കശ്മീരിനെ അശാന്തതയുടെ താഴ്വരയാക്കാൻ ശ്രമിക്കുന്നത് കശ്മീരിലെ തന്നെ ചില ആളുകളാണ് എന്നല്ലേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, കശ്മീരിലെ ചില ആളുകളെ ബോധപൂർവം തന്നെ തീവ്രവാദികൾ പിടികൂടുക എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സ്വാധീനങ്ങളിൽ അവരുടെ കസ്റ്റഡിയിലാക്കുകയും അവരുടെ ആ സ്ഥലത്ത് കാലുറപ്പിച്ചിട്ടാണ് അവർ സ്വാഭാവികമായിട്ടും ഈ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. എപ്പോഴും എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. ചിലപ്പോൾ മാത്രമാണ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഡീപ്പോർട്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തുക. പക്ഷെ ഇവിടെ കാശ്മീരിൽ കുറേ കാലമായിട്ട് തന്നെ തീവ്രവാദികളുടെ റൂട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില ആളുകളെയൊക്കെ കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തിയവരായിരിക്കാം ഈ 15 പേർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 15 പേരിൽ 5 പേർ ഇപ്പോൾ സൈന്യത്തിൻ്റെ പിടിയിലായിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ബാക്കിയുള്ളവരും പിടിയിലാവും. അവിടെ യഥാർത്ഥത്തിൽ വളരെ ശാന്തമായൊരു കാശ്മീർ എന്ന് പറയുന്ന നമ്മളുടെ ആഗ്രഹവും നമ്മളുടെ സ്വപ്നവും സാക്ഷാത്കരിക്കാൻ കഴിയണമെങ്കിൽ തീവ്രവാദികളെ അനുകൂലിക്കാത്തതായ ഒരു കാശ്മീർ ജനത രൂപം കൊള്ളേണ്ടത് ആവശ്യമാണ്. അതിന് എനിക്ക് തോന്നുന്നു അവർക്ക് ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ പതുക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ടൂറിസം ഡെവലപ്പ് ചെയ്തതോടെ ഇവർക്ക് പണം ഒഴുകിയെത്തുകയും അവർ നല്ല ജീവിതം കാക്ഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മാറുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളെ ശരിപ്പെടുത്താൻ നടക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും ആഹ്ലാദകരമായ കാര്യമല്ല. അതുകൊണ്ടാണ് ഒരു ബോധപൂർവ്വം ഇതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറുകയും ആ നുഴഞ്ഞു കയറുന്നതിന് അവരെ സഹായിക്കുന്നത് അന്താരാഷ്ട്ര തീവ്ര സംഘമായി മാറിയ ഹമാസാണ്. ഹമാസിനെ അവിടെ യാതൊരു സ്വാധീനവും ചെലുത്താൻ പറ്റാത്ത രീതിയിലോ നിക്കക്കള്ളിയില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് പതുക്കെ പാകിസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു കയറിയിട്ടുണ്ടാവും. എന്നിട്ട് അവരുടെ പരിശീലനത്തിൽ പെട്ട തീവ്രവാദികൾ തന്നെയാണ് കാശ്മീരിൽ നിന്ന് ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. അത് കൂടുതൽ വിവരങ്ങൾ ചിലപ്പോൾ നമ്മളെ ഇതിനേക്കാൾ ഞെട്ടിക്കുന്നതാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഹമാസിൻ്റെ ഈ സാന്നിധ്യം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ എതിർക്കപ്പെടേണ്ടതാണ്. നമ്മളിത് പറയുമ്പോൾ നമ്മളുടെ ഇവിടെയൊക്കെ പല ആളുകളും പല പരിപാടികളൊക്കെ നടത്തുന്ന സമയത്ത് ഹമാസിൻ്റെ ഭീകരവാദികളുടെ ചിത്രങ്ങളൊക്കെ വെച്ച് പല ഘട്ടങ്ങളിലും അവർ ഈ പ്രവർത്തനം നടത്തി അവരെ തിരിച്ചറിയേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു കാരണവശാലും അത്തരത്തിലുള്ള ബന്ധങ്ങളുമായിട്ട് തങ്ങൾക്ക് കുലബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾ തയ്യാറാവേണ്ടത് ഒരാവശ്യമാണ്. ഒന്നില്ലെങ്കിൽ അവർക്ക് ശക്തമായിട്ട് താക്കീത് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ആളുകളെ പിടിച്ച് ജയിലിടുക. എന്തെങ്കിലും ചെയ്ത് സമാധാനത്തിൻ്റെ പാതയിലേക്ക് സമ്പൂർണ്ണമായിട്ട് നമ്മുടെ സമൂഹത്തിന് എത്തേണ്ടത് ഒരാവശ്യമാണ്. ഇപ്പോൾ ഇന്ത്യ തിരിച്ചടി എങ്ങനെ ആയിരിക്കും നൽകാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക പാകിസ്ഥാനുണ്ട്. കാരണം ഏത് തരത്തിലായിരിക്കും? നാവികസേന ഇന്നലെ ഒരു ചിത്രം പുറത്തുവിട്ടു. 5 കപ്പലുകൾ സജ്ജമായി നിൽക്കുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് അവർ രംഗത്തെത്തിയത്. സൈന്യം ഒരു ഭാഗത്ത് തയ്യാറാണ്, കര നാവിക വ്യോമസേനകൾ തയ്യാറായി നിൽക്കുന്നു. ഇന്നലെ ലാഹോറിലെ ഒരു എയർപോർട്ട് കത്തി, ഇറാനിലെ ഒരു പോർട്ട് കത്തി. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ പാകിസ്ഥാന് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. പറയുന്നത് ഇതിന്റെ പിന്നിൽ ഇന്ത്യ അല്ല, അത് സാധാരണ വിമാനത്തിന്റെ ടയർ കത്തിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ സംഭവിക്കുന്നത്, ഇതിന്റെ ഒപ്പം തന്നെ ബലൂചിസ്ഥാൻ കൂടി പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കയറി അടി തുടങ്ങിയിരിക്കുന്നു. 7ഓളം പാകിസ്ഥാൻ സൈനികരെയാണ് ബലൂജ് ആർമി വധിച്ചിരിക്കുന്നത്. അപ്പോ ഇന്ത്യ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് ബലൂചിസ്ഥാൻ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തുകയാണോ? ഈ 2 രാഷ്ട്രങ്ങളും പാകിസ്ഥാനും ഇന്ത്യയും യഥാർത്ഥത്തിൽ ഇരു രാഷ്ട്രങ്ങളിലും കടന്നു കയറി അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ കാശ്മീരിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ കാശ്മീരിൽ വന്ന് പാകിസ്ഥാൻ ഈ നുഴഞ്ഞേറ്റവും അതിക്രമങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ ഒരിക്കലും അങ്ങനെ വെറുതെ നോക്കിയിരിക്കില്ലല്ലോ. ഇന്ത്യയും പാകിസ്ഥാൻ്റെ ചില ഭാഗങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് പരിശീലനം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ആളുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ കലാപഭൂമിയാക്കി മാറ്റിയിട്ടുള്ളത്.
അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നല്ല രീതിയിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ പാകിസ്ഥാൻ ചില ഓപ്പറേഷൻസ് നടത്തിയാൽ അതിന് ബദലായിട്ട് ഉടനെ തന്നെ പാകിസ്ഥാനിൽ ചില ഓപ്പറേഷൻസ് ഇന്ത്യ നടത്തും. ഇങ്ങനെ ഒരു ബാലൻസിങ് പ്രോസസ്സിലൂടെയാണ് ഇത് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാഹോർ കത്തി, അതിൽ ചിലപ്പോൾ അജ്ഞാതരായിട്ടുള്ള പടയാളികൾ ഇന്ത്യക്ക് വേണ്ടി അതെല്ലാം നിർവഹിച്ചിട്ടുണ്ടാകാം. പാകിസ്ഥാനും അതൊക്കെ മനസ്സിലാവും. പക്ഷേ അജ്ഞാതരാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് അവിടുത്തെ ആ അഗ്നി അല്ലെങ്കിൽ തീയെ ടയർ കത്തിയതാണെന്നോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടായ തീപിടുത്തമാണെന്നോ ഒക്കെ കരുതിയിരിക്കുന്നു. പക്ഷേ അവരുടെ രഹസ്യ വിഭാഗത്തിന് കൃത്യമായിട്ട് വിവരങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. ഇതെല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പാകിസ്ഥാൻ കാശ്മീർക്ക് ആക്രമണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചുമ്മാ നോക്കിയിരുന്നിട്ട് കാര്യമുണ്ട് ഇല്ല. അപ്പോൾ അതിന് തിരിച്ചടി എന്ന നിലക്ക് തന്നെയാണ് ബലൂചിസ്ഥാൻ അങ്ങനെയുള്ളൊരു കലാഭൂമിയായിട്ട് മാറിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നിരന്തരം തുടരുകയും അതിശക്തമായിട്ട് പാകിസ്ഥാനെതിരെ നീക്കങ്ങൾ നടത്തുകയും ചെയ്യും. കാരണം കാശ്മീരിൽ ഇപ്പോൾ ഇന്ത്യക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് വലിയ നഷ്ടമാണ്. 27 പേരെ ചുട്ടുകൊന്നു എന്നുള്ളത് ഒരു കാരണവശാലും ഇന്ത്യൻ ജനത സഹിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് ഭരണകൂടം എടുത്തില്ലെങ്കിൽ ജനങ്ങൾ ഭരണകൂടത്തിനെതിരാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നാവികസേന സജ്ജമായി നിൽക്കുകയാണ് ചെയ്യുന്നത്, കരസേന സജ്ജമാണ്, വ്യോമസേനയും സജ്ജമാണ്. ഏത് സമയത്തും ഒരു ആക്രമണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതെല്ലാം ഫലപ്രദമായി നടന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് അത് പാകിസ്ഥാനിൽ മേൽ നിബന്ധിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിനപ്പുറമായിരുന്നു ഇന്ത്യയുടെ നീക്കവും ഇന്ത്യയുടെ നേട്ടവും. ഇനി എങ്ങനെയായിരിക്കും ഈ വെള്ളം കൂടി കൊടുക്കാതെ വരുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാവുന്ന ഒരു വലിയ പ്രതിസന്ധി? അത് പാകിസ്ഥാനെ കൂടുതൽ അസ്വസ്ഥമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലായിരിക്കും പാകിസ്ഥാൻ ഇന്ത്യയോട്, കാരണം ഇന്ത്യയോട് ഒരു തരത്തിലും പാകിസ്ഥാന് ഇത്തരത്തിൽ നുഴഞ്ഞു കയറി പുറകിൽ നിന്ന് അടിക്കാനേ കഴിയും, മുന്നിൽ വന്ന് അടിക്കാനുള്ള ധൈര്യം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇന്ത്യ നോക്കിക്കൊണ്ടിരിക്കുകയുമില്ല എന്നുള്ളത്, കാരണം ഇന്ത്യ ഏത് രീതിയിലായിരിക്കും അടിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു ആശങ്ക തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കും ഇനി പാകിസ്ഥാനിലൊരു അവസ്ഥ? അല്ല, പാകിസ്ഥാൻ മറ്റ് രാഷ്ട്രങ്ങളുടെ സഹായം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞ എന്താണ്? ഞങ്ങൾ ഇനി ഇടപെടില്ല. ഞങ്ങളിതിൽ ഇടപെടില്ല, കാരണം ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് പാകിസ്ഥാനും അതേപോലെ ഇന്ത്യയും എന്നാണ്. ഞങ്ങളുടെ സുഹൃത്താണ് എന്നുള്ള ഒരു പ്രഖ്യാപനം അമേരിക്ക നടത്തി വെച്ചിട്ടുണ്ട് പാകിസ്ഥാനെ കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും. ഈ സൗഹൃദത്തെ എങ്ങനെ മുതലെടുത്ത് ഇന്ത്യയെ മെരുക്കുക എന്ന് പറയുന്ന ഒരു സമീപനമായിരിക്കണം അവരെടുക്കുക. കാരണം ഇന്ത്യയുമായിട്ട് ശത്രുതാപരമായിട്ടുള്ള സമീപനമായി മുന്നോട്ട് പോയാൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അവർക്ക് മാത്രമല്ല, ഇപ്പോൾ ലോകത്ത് ശക്തരായിട്ടുള്ള രാഷ്ട്രങ്ങൾക്കെതിരെ ദുർബല രാഷ്ട്രങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒളിപ്പോര് മാത്രമാണ്. അങ്ങനെയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒളിപ്പോരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒളിപ്പോര് നടത്തി അവസാനം പാകിസ്ഥാൻ ഒരു വാക്കായിത്തീരും. അങ്ങനെ വാക്കായിത്തീരുമ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഒരു പണിയെന്ന് പറഞ്ഞാൽ പിന്നീട് അവരെ സഹായിക്കുന്നതായിട്ടുള്ള രാഷ്ട്രങ്ങളുടെ സഹായം തേടിക്കൊണ്ട് ഇന്ത്യയുമായിട്ട് വീണ്ടും ഒരു സഹകരണം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ആലോചിക്കും. അതല്ലാതെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുക? ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം വളരെ രൂക്ഷമാണ് ശരിക്കും പറഞ്ഞതിനിടയിൽ. അതിപ്പോഴായിരിക്കില്ല മനസ്സിലാകുന്നത്, കുറേ കഴിഞ്ഞ സമയത്ത്. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സ്ലം നദിയിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട് എനിക്ക് തോന്നുന്നു ആ പ്രദേശത്തുള്ള പാകിസ്ഥാൻ്റെ ശരിക്കും പറഞ്ഞാൽ പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്തുള്ള ആളുകളെല്ലാം വലിയ പ്രളയത്തിലായിട്ടുണ്ട് എന്ന് പറയുന്നൊരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ബോധപൂർവം ചെയ്താണ്. ബോധപൂർവം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ബോധപൂർവം ചെയ്ത സംഭവമല്ല അത്. വെള്ളം വന്നു, വെള്ളം പോയി, അങ്ങനെ പ്രളയം ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഇന്ത്യയുടെ കയ്യിലുള്ള വലിയ തരത്തിലുള്ള ആയുധങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഈ കരാർ നിലനിന്നിരുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വന്നാൽ, എന്ന് വെച്ചാൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിക്കും. ഇവിടെ ജലനദി ഇങ്ങനെ നദിയിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അറിയിക്കും. അത് കുറഞ്ഞാൽ അവിടെ എന്ത് മാറ്റം ഉണ്ടെങ്കിലും സാധാരണ അറിയിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, ബാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ കരാർ ഉടച്ചതോടുകൂടി ആ തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ നിന്നുപോയി. അതാണ് പെട്ടെന്ന് വെള്ളം വരികയും ആളുകൾ പ്രളയത്തിലാവുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു വശമാണ്. അതേപോലെ വരൾച്ചയാണ് വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് 1 കോടിയിലധികം ഏക്കർ ഭൂമിയിലാണ് ഈ ഇന്ത്യയിൽ നിന്ന് ലഭ്യമാകുന്നതായിട്ടുള്ള ജലം കൊണ്ട് പാകിസ്ഥാൻ അവരുടെ കൃഷി എല്ലാം നടത്തുന്നത്. പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിലാണ് ആ കൃഷിയുടെ സാധ്യത മുഴുവൻ ഈ നദിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ച് നിൽക്കുന്നത്. ഈ കരാർ ലംഘിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് വെള്ളം കൊടുക്കില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചാൽ പാകിസ്ഥാൻ ഉണങ്ങാൻ തുടങ്ങും.
അങ്ങനെ വരുമ്പോഴും വീണ്ടും ഒന്നിലേ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ അല്ലെങ്കിൽ അമേരിക്കയെ അങ്ങനെയുള്ള വൻ രാഷ്ട്രങ്ങളെ സമീപിച്ച് ഇന്ത്യയിൽ നിന്ന് വെള്ളം ലഭ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വഴികൾ എന്തായിരിക്കും എന്നായിരിക്കും അവർ അന്വേഷിക്കുക.